വനിതാ റിമാൻഡ് പ്രതിയെ ജാമ്യത്തിലിറക്കാനെത്തിയ അഭിഭാഷകയ്ക്ക് നേരെ ബന്ധുക്കളുടെ ആക്രമണം. കാമുകനാണ് പ്രതിയെ ഇറക്കാൻ അഭിഭാഷകയുമായി എത്തിയത്. ഇതിനെതിരെയാണ് ബന്ധുക്കൾ പരാതിപ്പെട്ടത്. പരാതിയുമായി അഭിഭാഷകയും റിമാൻഡ് പ്രതിയും. മലമ്പുഴയിലെ ജില്ലാ ജയിലിലാണ് ഇന്ന് രാവിലെ സംഭവം. കളവ് കേസിൽ റിമാൻഡിലായ വനിതയെ ജാമ്യത്തിലിറക്കാൻ എത്തിയപ്പോഴായിരുന്നു ആക്രമണം. ഞാൻ എൻ്റെ ഒരു പ്രതിക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. പാലക്കാട് ഡിസ്ട്രിക്ട് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി. ആ ജാമ്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിലീസ് മെമ്മോ ആയിട്ട് ഞാൻ പോയതാണ്. മലമ്പുഴ ജയിലിൽ 9:06 വൈകുന്നേരമാണ് ഞാൻ പോയിരിക്കുന്നത്. അങ്ങനെ റിലീസ് ചെയ്തു. പ്രതിയായിട്ട് ഞാൻ പുറത്ത് വരുമായിരുന്നു. വരുന്ന സമയത്ത് ഞാൻ പോയ വാഹനത്തിൻ്റെ ടയർ അവർ പഞ്ചറാക്കിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഈ പ്രതിക്ക് എതിരായിട്ടുള്ള ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്. അമ്മയും സഹോദരനും അതേപോലെ വേറൊരു ആളും കൂടെ ഉണ്ടായിരുന്നു. അവരെൻ്റെ ടയർ ഇതാക്കിയപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ പോലീസ് ഒഫീഷ്യൽസിൻ്റെ അടുത്ത് ജയിൽ അതോറിറ്റീസിൽ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എനിക്ക് വണ്ടി വരുന്നവരെ ഞാൻ അരമണിക്കൂറോട് വെയിറ്റ് ചെയ്തോട്ടേ ചോദിച്ചു. ആ സമയത്ത് അവർ പറഞ്ഞു ഇവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഈ റിലീസ് മെമ്മോ കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങളെല്ലാവരും പുറത്ത് പോകണം, നിങ്ങൾ ആരും ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനത്തെയാണ് സിറ്റുവേഷൻ, പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നെല്ലാം പറഞ്ഞു. അതൊന്നും കേൾക്കാതെ പുറത്ത് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാതെ ഞാൻ പുറത്തേക്ക് നടക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പ്രതിയും ഉണ്ടായിരുന്നു. ആ അമ്മയും അനിയനും ഞങ്ങൾ നേരിട്ട് വന്നു. അങ്ങനെ വന്നിട്ട് ഈ പ്രതിയെ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു, മുടി പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. അത് തടയാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ കൈക്ക് അവർ തല്ലി, അതേപോലെ കയ്യിൽ ഉന്തി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അയലത്തെ വേറെ കുട്ടികളെല്ലാം ഭയങ്കരമായിട്ട് എന്നെയൊക്കെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും അവർ നോക്കുന്നില്ല. എന്താ അവിടെ ഇരിക്കുന്ന ഒരു ഒഫീഷ്യൽ അവിടെ ഇരിക്കുന്ന ഒരു വടി എടുത്തിട്ട് നമ്മളോട് പുറത്തേക്കോ എന്ന് പറഞ്ഞിട്ട് പുറത്താക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഗേറ്റ് അടച്ചു അവർ. അപ്പോൾ ഈ പുറത്ത് വന്നിട്ട് ഇവർ തല്ലുന്നുണ്ട്, പ്രതിയെ തല്ലുന്നുണ്ട്, അതേപോലെ തന്നെ തെറി വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വടക്കഞ്ചേരി സ്വദേശികളായ ഇവർക്കെതിരെ മലമ്പുഴ പോലീസ് കേസെടുത്തു. കൺമുന്നിൽ വെച്ച് ആക്രമണം നടന്നിട്ടും ജില്ലാ ജയിലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സഹായിച്ചില്ലെന്ന് വനിതാ അഭിഭാഷക ആരോപിച്ചു. ഈ പ്രതിയുടെ അമ്മയും അതേപോലെ തന്നെ സഹോദരനും മറ്റ് ഒരാളും കൂടെ വന്ന് പ്രതിയെ അടിക്കാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെ അടിക്കുന്ന സമയത്ത് അത് തടുക്കാൻ നോക്കിയപ്പോൾ എന്നെയും അവർ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഇതെല്ലാം കണ്ടിട്ട് അവിടുത്തെ ജയിൽ ഒഫീഷ്യൽസ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഈ അടിക്കുമ്പോൾ തടുക്കാൻ നിൽക്കുക, അതേപോലെ തെറി പറയുമ്പോൾ ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ നിൽക്കാതെ എത്രയും പെട്ടെന്ന് എല്ലാവരും കോമ്പൗണ്ടിൻ്റെ വെളിയിലേക്ക് പോകണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോമ്പൗണ്ട് ക്ലിയർ ചെയ്യാനാണ് അവർ നോക്കിയത്, അതല്ലാതെ ഇതിനെതിരെ ഒരു ആക്ഷനോ അല്ലെങ്കിൽ ഇത് നിർത്താൻ അവർ തടുക്കാനോ ഒന്നും ചെയ്യാതെ നോക്കി നിന്നിട്ട് അവിടെ ഇരിക്കുന്നൊരു വടി എടുത്തിട്ട് എല്ലാവരോടും പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അവർ ഗേറ്റ് ലോക്ക് ചെയ്യണം. ഞാൻ മലമ്പുഴ പോലീസിന് ഈ കാര്യം ഇൻഫോം ചെയ്തു. മലമ്പുഴ പോലീസ് അവിടേക്ക് വരികയാണ് ഉണ്ടായത്. അതുവരെയും ഈ അവിടെയുള്ള ജയിൽ ഓഫീഷ്യൽസ് നോക്കി നിൽക്കുക എന്നല്ലാതെ ഒരു തരത്തിലും ആക്ഷൻ എടുക്കുക, ഇത് കൺട്രോൾ ചെയ്യുക ഒന്നും തന്നെ ചെയ്യാതെ 10ഓളം ഒഫീഷ്യൽസ് എന്ന ആ സമയത്തുണ്ടായിരുന്നു. പക്ഷെ ഒന്നും തന്നെ അവർ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് മലമ്പുഴ പോലീസ് വന്നതിന് ശേഷം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ കൺട്രോളിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് ഫുൾ നടന്നിരിക്കുന്നത് ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഇൻസൈഡാണ്. ഈ ആക്രമണവും തെറിവിളിയും എല്ലാം നടന്നിരിക്കുന്നത് ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. ജയിലിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷക ജില്ലാ ജഡ്ജിന് പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി. പ്രതിയുടെ അമ്മയും ബന്ധുക്കളും സ്ഥലത്തെത്തിയിരുന്നു. ഇവർ അഫിഡവിറ്റിൽ ഒപ്പിടാൻ തയ്യാറായില്ല. കാമുകൻ ഒപ്പുവെക്കുകയും ചെയ്തു. അതേസമയം ജയിലിലല്ല, പുറത്തുവെച്ചാണ് പ്രശ്നമുണ്ടായതെന്നും തങ്ങൾക്കതിൽ പങ്കില്ലെന്നും ജയിൽ സൂപ്രണ്ട് സിയാദ് പ്രതികരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.